രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇടെ പശ്ചിമ ബംഗാളിൽ വ്യാപക അക്രമം. സിപിഐഎം സ്ഥാനാർത്ഥി മുഹമ്മദ് സലീമിന് നേരെ വെടിവയ്പുണ്ടായി. അക്രമത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന സിപിഐഎം. വിവിധ സ്ഥലങ്ങളിൽ ബൂത്തും വോട്ടിംഗ് മെഷീനും നശിപ്പിച്ചു. ബൂത്തുകൾ തൃണമൂൽ കോൺഗ്രസ് കൈയേറുന്നുവെന്ന് പരാതി ഉയരുന്നു. അതേസമയം 11 സംസ്ഥാനങ്ങളിലായി 95 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് ആണ് എന്നാണ് വിശദാംശങ്ങൾ ലഭിക്കുന്നത്. ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആനന്ദ്, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 11 സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പുതുച്ചേരിയിലും ഉൾപ്പെടെ 95 ലോക്സഭാ മണ്ഡലങ്ങളിലാണ്. എന്നാൽ തുടക്കത്തിൽ ഒരു സമാധാനപരമായി നടന്ന പോളിംഗ് പിന്നീട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു അക്രമത്തിലേക്ക് മാറുകയായിരുന്നു. ഇവിടെ പശ്ചിമ ബംഗാളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അക്രമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ സിപിഐഎം സ്ഥാനാർത്ഥിയായിട്ടുള്ള റായ്ഗഞ്ചിൽ സിപിഐഎമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് സലീമിനെതിരെയാണ് അക്രമം നടന്നത്. ഇത് TMC പ്രവർത്തകരാണ് മുഹമ്മദ് സലീമിനെ ആക്രമിച്ചതെന്ന് CPIM തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഹമ്മദ് സലീം സഞ്ചരിച്ച വാഹനവ്യൂഹത്തിന് നേരെ കല്ലെറിയുകയും മുഹമ്മദ് സലീമിന്റെ വാഹനം പൂർണ്ണമായി തകർക്കുകയും മുഹമ്മദ് സലീമിന് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വളരെ വ്യാപകമായിട്ടുള്ള ഒരു അക്രമ പരമ്പര തന്നെ ഇവിടെ പശ്ചിമ ബംഗാളിൽ അരങ്ങേറിയിരിക്കുന്നു. ഇവിടുത്തെ ബൂത്തുകളെല്ലാം തന്നെ കയ്യേറുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. രാവിലെ മുതൽ തന്നെ ബൂത്തുകളിലേക്ക് വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാരെ തടഞ്ഞു നിർത്തി ഇവർ ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, TMCക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ തിരിച്ചയക്കുന്ന ഒരു സ്ഥിതിവിശേഷവും പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു. അതിനിടയിൽ ചില ബൂത്തുകളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയും ബൂത്ത് നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ EVM മെഷീനുകൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തു തന്നെയാലും ഇപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമ ബംഗാൾ സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. ഇന്ന് എന്തു തന്നെയാലും പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ വോട്ടെടുപ്പ് ഏറെക്കുറെ സമാധാനപരമായിട്ടാണ് പുരോഗമിക്കുന്നത്. 2 മണിവരെയുള്ള കണക്ക് നോക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ 51.6% പോളിംഗ് നടന്നിട്ടുണ്ട്. അതേസമയം ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കർണാടകത്തിലും തമിഴ്നാട്ടിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ 38 മണ്ഡലങ്ങളിലും കർണാടകയിലെ 14 മണ്ഡലങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ ഭേദപ്പെട്ട ഒരു പോളിംഗ് ശതമാനം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 1 മണി വരെയുള്ള കണക്കനുസരിച്ച് 39.49% ആൾക്കാർ പോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടകയിൽ 36.51% പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഈ തമിഴ്നാട്ടിൽ ഇത്തവണ നടക്കുന്നത് DMK AIDMK ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഇവിടെ ഇവരുടെ ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികളെ നോക്കുകയാണെങ്കിൽ കനിമൊഴി, ദയാനിധിമാരൻ, രാജ തുടങ്ങിയ പ്രമുഖരെല്ലാം തന്നെ DMKക്ക് വേണ്ടി ഇത്തവണ മത്സരരംഗത്തുണ്ട്. അതേസമയം കർണാടകയിൽ JDSും BJPയും തമ്മിലാണ് ഒരു മത്സരം. ഇത്തവണ JDSും കോൺഗ്രസും സഖ്യമായി കർണാടകയിൽ മത്സരിക്കുന്നു. ഈ 14 ലോക്സഭാ മണ്ഡലങ്ങളും JDSന് പ്രാതിനിധ്യമുള്ള മണ്ഡലങ്ങൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് മാണ്ഡ്യ മണ്ഡലമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാണ്ഡ്യയിൽ സുമലതയും കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയും തമ്മിലുള്ള ഒരു മത്സരം. ഈ ഒരു മത്സരത്തിൽ നിഖിൽ കുമാരസ്വാമി ജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് JDS ഇതുവരെയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ മഹാസഖ്യത്തിനുള്ള ഒരു പരീക്ഷണ വേദിയാണ്. ഇന്ന് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നും ചില പരാതികൾ ഉയർന്നു വരുന്നത് ഇവിടുത്തെ വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള പരാതികളാണ്. വോട്ടിംഗ് മെഷീനിൽ പലതിലും അട്ടിമറി നടന്നിട്ടുണ്ട് എന്നാരോപിച്ച് മഹാരാഷ്ട്രയിൽ കോൺഗ്രസുകാർ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ ഇപ്പോൾ പോളിംഗ് നടക്കുന്നത് മറാത്ത്വാഡ, വിദർഭ മേഖലകളിലാണ്. ഇവിടെ എല്ലാം തന്നെ കർഷക പ്രക്ഷോഭങ്ങളെല്ലാം ആഞ്ഞടിച്ച മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു മുന്നേറ്റം ഈ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നതിൽ ഒരു പ്രതീക്ഷ അവർക്ക് BJPക്ക് തന്നെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങൾ, ബുലന്ദ്ശഹർ ഉൾപ്പെടെയുള്ള 8 മണ്ഡലങ്ങളിൽ BSP-SP സഖ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ഉള്ള മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ 2014 ലോക്സഭാ
തെരഞ്ഞെടുപ്പിൽ ഈ 8 മണ്ഡലങ്ങളും BJPക്ക് ലഭിച്ച മണ്ഡലങ്ങളാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ BSP SP സഖ്യം അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. അത്രയും ഈ 8 മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളത് ദളിത്, മുസ്ലിം, ഗുജ്ജർ, ജാട്ട് ഈ 4 വിഭാഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളത്. ശരി വിഷ്ണു, ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കാം. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം കുറവാണ്. താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് മികച്ച നിലയിൽ തന്നെ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. പശ്ചിമ ബംഗാളിലാണ് നിരാശാജനകമായ ചില സംഭവങ്ങളുള്ളത്. പരക്കെ അക്രമങ്ങളുണ്ടായി. CPM പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീമിന് നേരെ വെടിവെപ്പ് ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്. BJP ദേശീയ ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിനിടെ ചെരുപ്പേറുണ്ടായി. വാർത്താ സമ്മേളനം നടത്തുകയായിരുന്ന വക്താവ് GVL നരസിംഹറാവുവിന് നേരെയാണ് ചെരുപ്പ് എറിഞ്ഞത്. അഴിമതി വിരുദ്ധ പ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന കാൺപൂർ സ്വദേശി ശക്തി ഭാർഗവാണ് ചെരുപ്പെറിഞ്ഞത്. ഇയാളെ BJP പ്രവർത്തകർ പിടികൂടി വാർത്താ സമ്മേളന ഹാളിൽ നിന്ന് മാറ്റി. എന്തിനാണ് ചെരുപ്പ് എറിഞ്ഞത് എന്ന് വ്യക്തമല്ല. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് PS ശ്രീധരൻ പിള്ളയ്ക്കെതിരെ കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആറ്റിങ്ങൽ പോലീസാണ് പിള്ളയ്ക്കെതിരെ കേസെടുത്തത്. 4 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രികയുടെ പ്രകാശന ചടങ്ങിലായിരുന്നു ശ്രീധരൻ പിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം. ബാലാക്കോട്ടിലെ സൈനിക നടപടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടായ പരാമർശമാണ് കേസിന് ആസ്പദമായത്. 153, 153A വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളങ്ങളൊക്കെയുണ്ടല്ലോ, വസ്ത്രമൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റൂ എന്നായിരുന്നു പരാമർശം. സംഭവത്തിൽ ശ്രീധരൻ പിള്ളയ്ക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും LDF പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഹൈക്കോടതിയിലും ഹർജി നൽകിയിട്ടുണ്ട്. കൈർലി ന്യൂസ്, തിരുവനന്തപുരം. കെ സുധാകരന്റെ വിശ്വസ്തൻ കണ്ണൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് CPIM-ലേക്ക്. DCC മുൻ ജനറൽ സെക്രട്ടറി പ്രദീപ് വെട്ടിപ്പുറമാണ് CPIM-ലേക്ക് വരുന്നത്. കെ സുധാകരന്റെയും കോൺഗ്രസിന്റെയും തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജി. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, എന്തൊക്കെയാണ് വിശദാംശം? ആനന്ദ്, കെ സുധാകരന്റെ വിശ്വസ്തനായ കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ് DCC മുൻ ജനറൽ സെക്രട്ടറിയുമായ പ്രദീപ് വെട്ടിപ്പുറമാണ് കോൺഗ്രസ് വിട്ട് CPIM-മായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കെ സുധാകരൻ BJP-യുമായി രഹസ്യ ധാരണ ഉണ്ടാക്കിയതായി പ്രദീപ് വെട്ടിപ്പുറം പറഞ്ഞു. അമിത്ഷായുടെ അജണ്ടക്കനുസരിച്ചാണ് ഇപ്പോൾ കെ സുധാകരൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. കണ്ണൂർ DCC ഓഫീസ് നിർമ്മാണത്തിന്റെ മറവിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നും പ്രദീപ് വെട്ടിപ്പുറം ആരോപിച്ചു. 1 വർഷം മുമ്പ് DCC യോഗത്തിൽ ഇക്കാര്യം പ്രദീപ് വെട്ടിപ്പുറം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം പ്രദീപ് വെട്ടിപ്പുറത്തിനെ കോൺഗ്രസിന്റെ മുഖ്യധാരയിലെ ചുമതലകളിൽ നിന്നും കെ സുധാകരൻ മാറ്റി നിർത്തുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിഷയം കോൺഗ്രസിനകത്തും പുറത്തും പ്രദീപ് വെട്ടിപ്പുറം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. DCC നിർമ്മാണത്തിന്റെ കഴിഞ്ഞ 5-6 വർഷമായി DCC ഓഫീസിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്നതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ നാട്ടിൽ നിന്നും വിദേശത്ത് നിന്നും കെ സുധാകരൻ പിരിച്ചിട്ടുമുണ്ട്. ഇതിന്റെ കണക്ക് പ്രവർത്തകർക്ക് മുന്നിലും നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഈ DCC ഓഫീസ് നിർമ്മാണവും പാതി വഴിയിൽ ഇട്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ പ്രദീപ് വെട്ടിപ്പുറം ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ ഈ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിൽ നിന്നും പ്രദീപ് വെട്ടിപ്പുറത്തെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രദീപ് വെട്ടിപ്പുറം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത്. മതനിരപേക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ CPIM-യുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും പ്രദീപ് വെട്ടിപ്പുറം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ നേരത്തെ അറിയിച്ചിരുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജന്റെ നേതൃത്വത്തിൽ നേതാക്കൾ പ്രദീപ് വെട്ടിപ്പുറത്തെ സ്വീകരിച്ചു. PV കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. DCC മുൻ ജനറൽ സെക്രട്ടറി പ്രദീപ് വെട്ടിപ്പുറം CPIM-ലേക്ക് എത്തുന്നു. കെ സുധാകരനോടും കോൺഗ്രസിന്റെ തെറ്റായ നയങ്ങളോടും പ്രതിഷേധിച്ചാണ് രാജിയെന്നും മതേതര ചേരി ശക്തിപ്പെടുത്തുന്നതിനാണ് CPM-ലേക്ക് എത്തുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അല്പസമയം മുൻപ് പ്രതികരിച്ചു. വിശദാംശങ്ങളാണ് PV കുട്ടൻ നൽകിയത്. രാജ്യത്ത് മാതൃക സൃഷ്ടിക്കുന്ന ഒരേ ഒരു സമൂഹമാണ് കേരളം. ഇവിടെ വന്ന് മത്സരിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് കോൺഗ്രസ് അധ്യക്ഷൻ നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ ബത്തേരിയിൽ സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. ജനപക്ഷ ബദലിന് ഇടതുപക്ഷമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായി ബത്തേരിയിലെ റോഡ് ഷോ. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നയിച്ച റോഡ് ഷോ പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി. സുൽത്താൻ ബത്തേരി ചുള്ളിയോട് റോഡിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ബൈപ്പാസ് വഴി ദേശീയപാതയിലൂടെ 2 കിലോമീറ്റർ പിന്നിട്ട് കോട്ടക്കുന്നിലാണ് സമാപിച്ചത്. റോഡ് ഷോയിലെ യുവാക്കളുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തം
വലിയ ആവേശം പകരുന്നതായി യെച്ചൂരി കൈരളി ന്യൂസിനോട് പറഞ്ഞു. Very inspiring, very enthusiastic and very energetic. A lot of young people, it's very good. Young people is support the LDF. I'm sorry? Young people and women are supporting LDF. Are supporting LDF. I mean, not only young people and women, I think people are supporting LDF, everybody, every section. And I think this time, beating the record of 2004, when we had an alternative government headed by the Congress at the center, when people gave 18 MPs to LDF out of 20, this time they'll give 20 out of 20. സ്ഥാനാർത്ഥി പി സുനീർ, മന്ത്രിമാരായ കെ ശൈലജ, AK ശശീന്ദ്രൻ, മറ്റ് LDF നേതാക്കൾ എന്നിവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. വീരപഴശ്ശിയുടെയും ടിപ്പു സുൽത്താന്റെയും പാദസ്പർശമേറ്റ സുൽത്താൻ ബത്തേരിയെ അക്ഷരാർത്ഥത്തിൽ ചുവപ്പണിയുന്നതായി മാറ്റി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഷോ. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്ലേശ്ശേരിക്കൊപ്പം AK ലതീഷ്. കൊച്ചിയിൽ അമ്മയുടെ ക്രൂര പീഡനത്തിനിരയായ 3 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. അമ്മയ്ക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കുഞ്ഞ് നേരിട്ടത് ക്രൂരമായ പീഡനം. കുഞ്ഞിനെ അമ്മ തടികൊണ്ട് തലയ്ക്കടിക്കുകയും ശരീരത്തിൽ ചട്ടുകം പഴുപ്പിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി KM ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആനന്ദ്, ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് ഈ കുട്ടിയുടെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ അക്കാര്യം കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഈ കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നത് കുട്ടിയുടെ അമ്മ തന്നെയാണ്. അനുസരണക്കേട് കാട്ടിയതിന് ക്രൂരമായ മർദ്ദനമാണ് കുട്ടിയുടെ അമ്മ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചത്. പ്രത്യേകിച്ച് തടി കൊണ്ട് തലക്കടിക്കുകയും ചട്ടകം പഴിപ്പിച്ച് വെക്കുകയും ചെയ്യുന്നത് അടക്കമുള്ള ക്രൂരതകളാണ് കുഞ്ഞിനോട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയെ പ്രതിയാക്കിയിട്ടുണ്ട്. അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് രാവിലെ കമ്മീഷണർ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഔദ്യോഗികമായി ഈ കുഞ്ഞിന്റെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന വിവരം. അതേസമയം തന്നെ കുഞ്ഞിന്റെ പിതാവിനെതിരെ നിലവിൽ പ്രതി ചേർത്തിട്ടില്ല. അക്കാര്യം പോലീസ് പരിശോധിക്കും എന്നുള്ളതാണ് രാവിലെ കമ്മീഷണർ പറഞ്ഞിരുന്നത്. നിലവിൽ അമ്മ മാത്രമാണ് പ്രതി. അമ്മയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയിരിക്കുന്നു. അതേസമയം കുഞ്ഞിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. നേരത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിരുന്നു. ആ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നത് 48 മണിക്കൂർ വളരെ നിർണായകമാണ്, അതുകൊണ്ട് തന്നെ നിരീക്ഷണത്തിലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. കുഞ്ഞിന് വലിയ തോതിൽ ക്ഷതമേറ്റിരിക്കുന്നു. പ്രത്യേകിച്ച് മസ്തിഷ്കത്തിന്റെ വലതു ഭാഗത്താണ് കാര്യമായ ക്ഷതം ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രോക്കിനുള്ള ചില ലക്ഷണങ്ങൾ കൂടി കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം മരുന്നിനോട് അനുകൂലമായ പ്രതികരണം കുഞ്ഞിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആശാവഹമായ കാര്യവും ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട്. എന്തായാലും 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ്, വെന്റിലേറ്ററിലാണ് കുഞ്ഞ്. ആ നില ഇനിയും തുടരും. 48 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരും. അതേസമയം കുഞ്ഞിന്റെ അമ്മയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോയിരിക്കുന്നു. ആനന്ദ്. ശരി, ഉമേഷാണ് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്. നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചതിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടിയന്തരമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കമ്മീഷൻ ഉത്തരവിട്ടത്. ഒഡീഷയിലെ സോലാംപൂരിലാണ് സംഭവം. നേരത്തെ കർണാടകയിൽ പ്രചരണത്തിനെത്തിയപ്പോൾ മോദി ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയ പെട്ടികൾ ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഒഡീഷയിലെ സോലാംപൂരിൽ കഴിഞ്ഞ ഹെലികോപ്റ്റർ ഇറങ്ങിയപ്പോഴാണ് സോലാംപൂർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ മുഹമ്മദ് മുഹസിൻ നേതൃത്വത്തിലുള്ള ഫ്ലൈയിംഗ് സ്ക്വാഡ് മോദിയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക കോർഡറിലുള്ള IAS ഉദ്യോഗസ്ഥനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. പ്രഥമ ദൃഷ്ടാ തന്നെ മുഹമ്മദ് മൊഹസിന്റെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായതായി ഓർഡറിൽ കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ ഹെലികോപ്റ്ററും സമാന രീതിയിൽ ഇന്നലെ പരിശോധിച്ചിരുന്നു. എന്നാൽ മോദിയുടെ ഹെലികോപ്റ്ററിൽ നടത്തിയ പരിശോധനയാണ് സസ്പെൻഷനിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്ററിൽ നിന്നും വലിയൊരു പെട്ടി സ്വകാര്യ വാഹനത്തിലേക്ക് മാറ്റിയിരുന്നു. ഇതേറെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് മോദിയുടെ ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തിയ കർണാടക കോർഡറിലെ IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. Maharani Silks News in Brief brought to you by Maharani Silks.
വയനാടിന്റെ റാണി ഇനി മഹാറാണി സിൽക്സ് കൽപ്പറ്റ. കൈക്കൂലി കേസിലെ അറസ്റ്റ് ഭയന്ന് മുൻ പെറു പ്രസിഡന്റ് സ്വയം വെടിവെച്ച് മരിച്ചു. അലൻ ഗാർഷിയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്തത്. ഇന്ത്യക്ക് പിന്നാലെ ഇംഗ്ലണ്ടിലും പോൺ വെബ്സൈറ്റുകൾക്ക് വിലക്ക്. എന്നാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ നീലച്ചിത്ര ഉള്ളടക്കമുള്ള വെബ്സൈറ്റുകൾക്ക് ധാരാളമായി അടിമപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. നീലച്ചിത്രങ്ങൾ കണ്ടേ മതിയാവൂ എന്നാണെങ്കിൽ തന്റെ പേരും വിലാസവും ജന്മദിനവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. കത്തി നശിച്ച നോത്രദാം കത്തീഡ്രൽ എത്രയും പെട്ടെന്ന് പുതുക്കി പണിയുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. 8 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള നോത്രദാം പള്ളിയുടെ പ്രധാന ഗോപുരവും മേൽക്കൂരയും ഉൾപ്പെടെ തിങ്കളാഴ്ചയുണ്ടായ തീപിടുത്തത്തിലാണ് കത്തി നശിച്ചത്. പള്ളിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്.